ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്ട്രീംസ് ഓഫ് ലൈഫിൻ്റെ ഇന്നത്തെ പ്രഭാത ചിന്തയിലെ നമ്മുടെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 38-ാം വാക്യം. കൊടുപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അമർത്തി കുലുക്കി കവിയുന്നൊരളവ് നിങ്ങളുടെ മടിയിൽ തരും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്ന് കിട്ടും. മദർ തെരേസ പറഞ്ഞൊരു സംഭവം ഇപ്രകാരമാണ്. കൽക്കട്ടയിലെ കോൺവെൻറ്റിനടുത്തുള്ള ഒരു പാവപ്പെട്ട ഹിന്ദു കുടുംബം 3 ദിവസമായി പട്ടിണിയിലാണെന്ന് മദർ അറിഞ്ഞു. ഉടനെ തന്നെ അത്താഴത്തിനുണ്ടായിരുന്ന അരിയുടെ കുറേ ഭാഗവും എടുത്തുകൊണ്ട് അവർ ആ ഭവനത്തിലേക്ക് പുറപ്പെട്ടു. ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഒരു വീട്, വിശപ്പ് കൊണ്ട് തളർന്ന കുഞ്ഞുങ്ങൾ, ദൈന്യത നിറഞ്ഞ മുഖവുമായി നിന്ന അമ്മയുടെ കയ്യിൽ മദർ താൻ കൊണ്ടുവന്ന അരി വെച്ചു കൊടുത്തു. ഉടൻ തന്നെ ആ സ്ത്രീ അരിയിൽ പകുതി എടുത്തുകൊണ്ട് മുറ്റത്തേക്കിറങ്ങി. സിസ്റ്റർ, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് അവർ എവിടേക്കോ പോയി. മദർ അത്ഭുതപ്പെട്ടു. അരി കിട്ടിയപ്പോൾ പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുവാൻ തിരക്കിടാതെ പകുതി അരിയുമായി അവർ എവിടേക്കാണ് ഓടിപ്പോയത്? ആ സ്ത്രീ മടങ്ങി വന്നപ്പോൾ മദർ അന്വേഷിച്ചു. അതിന് മറുപടിയായി ആ സ്ത്രീ പറഞ്ഞത് ഇങ്ങനെയാണ്: സിസ്റ്റർ, ഞങ്ങളെപ്പോലെ തന്നെ അടുത്തുള്ള ഒരു മുസ്ലിം കുടുംബവും 3 ദിവസമായി പട്ടിണിയിലാണ്. ഈ അരിയുടെ ഒരു ഭാഗം അവർക്ക് കൊടുക്കാനാണ് ഞാൻ പോയത്. തൻ്റെ ഹൃദയത്തിലേതിനേക്കാൾ വലുതായ കാരുണ്യം ആ പാവപ്പെട്ട സ്ത്രീയിൽ ദർശിച്ച മദർ തെരേസ അത്ഭുതപ്പെട്ടു. ഈ സംഭവം മറ്റു ചില അടിസ്ഥാന പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാമായിരുന്നു, ഉള്ളത് എനിക്ക് തന്നെ തികയുന്നില്ല എന്നതല്ലേ നമ്മിൽ പലരുടെയും ചിന്താഗതി. കൊടുക്കുവാൻ കഴിയാത്തവരായി ഈ ലോകത്തിൽ ആരുമില്ല എന്ന് മേൽ വിവരിച്ചതായിട്ടുള്ള ഈ സംഭവത്തിലെ പാവപ്പെട്ട സ്ത്രീ നമുക്ക് തെളിവ് നൽകുന്നു. കുറച്ച് മാത്രമുള്ളപ്പോൾ കൊടുക്കാൻ തയ്യാറാകാത്തവർക്ക് കുറച്ചുകൂടി കിട്ടിയാലും കൊടുക്കുക ദുഷ്കരം തന്നെ. ദൈവത്തിനും മറ്റുള്ളവർക്കുമായി ചിലവഴിക്കാൻ ഇപ്പോൾ തന്നെ സമയം കിട്ടാത്തവർക്ക് പിന്നീട് ഒരിക്കലും സമയം കിട്ടുകയില്ല. നൽകുവാനുള്ള മനസ്സുള്ളപ്പോൾ കൊടുക്കുവാനുള്ള വിഭവങ്ങൾ കർത്താവ് ഏൽപ്പിച്ചു തരും. ഇത് ആത്മീയ ജീവിതത്തിലും ശുശ്രൂഷകളിലും ബാധകമായ ഒരു സത്യവുമാണ്. കൊടുക്കുന്നവരാണ് വളരുന്നത്. ഒന്നും നഷ്ടപ്പെടുത്താൻ തയ്യാറാകാത്തവർക്ക് കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യുവാനും സാധ്യമല്ല. അഭിമാനം, സൽപ്പേര്, സമ്പത്ത്, സമയം, ആരോഗ്യം ഇതൊന്നും ദൈവത്തിന് കൊടുക്കാൻ തയ്യാറല്ലാത്തവർ വളർച്ചയ്ക്ക് വേണ്ടി ഒരിക്കലും ആഗ്രഹിക്കരുത്, പ്രാർത്ഥിക്കരുത്, ഓടി നടക്കരുത്. കാരണം നേടുന്നതെല്ലാം നൽകാനുള്ളതാണ്. എത്രമാത്രം നൽകാൻ കഴിയുന്നു അതാണ് ആന്തരിക വളർച്ചയുടെ അളവുകോൽ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, കൊടുപ്പീരുന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തിക്കുലുക്കി കവിയുന്നൊരളവ് നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും. എന്നാൽ നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അളന്ന് കിട്ടും എന്ന്. അതുകൊണ്ട് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ അത് അർഹതപ്പെട്ടവർക്ക് നൽകുവാൻ തക്കവണ്ണം നമ്മുടെ മനസ്സിനെ നമുക്ക് ഒരുക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിന് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, നൽകി തന്ന വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. നൽകലിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ഈ പ്രഭാതത്തിൽ കർത്താവെ ഞങ്ങളോട് സംസാരിച്ചതോർത്ത് സ്തോത്രം. ഞങ്ങൾക്ക് ഉള്ളതെല്ലാം അവിടുത്തെ ദാനമാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ദാനങ്ങളിൽ ഒരിക്കലും ഞങ്ങൾ നിഗളിച്ചു പോകാതെ, ഞങ്ങളുടെ അനുഗ്രഹത്തിൽ ഒരിക്കലും കർത്താവെ ഞങ്ങൾ നിഗളിച്ചു പോകാതെ, കർത്താവ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോഴാണ് യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം ശ്രേഷ്ഠകരമാകുന്നത് എന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. കർത്താവ്, ഞങ്ങൾ കേട്ടതുപോലെ തന്നെ ഞങ്ങൾക്ക് ലഭിച്ചതായിട്ടുള്ള അനുഗ്രഹം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ മനസ്സിനെയും ഞങ്ങളുടെ ശരീരത്തെയും ഒരുക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.